അപ്പോൾ ഇന്നത്തെ ലഞ്ച് എന്തൊക്കെയാണെന്നൊന്ന് കണ്ടു നോക്കിയാലോ. ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. എനിക്കിഷ്ടമുള്ളൊരു കോമ്പിനേഷനാണ് കേട്ടോ. പലർക്കും പല ഇഷ്ടങ്ങളായിരിക്കുമല്ലോ. അപ്പോൾ ആദ്യം തന്നെ ഇതാ ചോറിനുള്ള അരിയൊക്കെ കഴുകി കുക്കറിൽ ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്ന് കറിക്കായിട്ട് കുമ്പളങ്ങ കറിയാണ് കേട്ടോ. അപ്പോൾ കുമ്പളങ്ങയൊക്കെ കട്ടാക്കി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉണക്കമീൻ ഇതാ തൊലിയൊക്കെ കളഞ്ഞ് അതിലേക്കുള്ള മഞ്ഞൾപ്പൊടി, മുളകും പൊടി, ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇട്ടിങ്ങാണ്ട് പൊരിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഉണക്കമീൻ പൊരിക്കുന്ന ടൈമിൽ അതിൽ പച്ചമുളകിൻ്റെ നടുകെ കീറി കുറച്ച് ഉപ്പ് ഇട്ടിങ്ങാണ്ട് അതിലിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ടോ. എൻ്റെ പൊന്നോ എന്നാ ടേസ്റ്റാണെന്നറിയോ. ഇനി ഇതുവരെ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഉണക്കമീൻ പൊരിക്കുമ്പോൾ അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുന്നു കേട്ടോ. അടിപൊളിയാണ്. കുറച്ച് പയറും കൂടെ കട്ടാക്കിയിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ചോറ് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു കുക്കറിലാണ് നമ്മൾ കുമ്പളങ്ങക്കറി വേവിച്ചെടുത്തിട്ടുള്ളത്. പിന്നെ കുമ്പളങ്ങക്കറി റെഡിയായി, പപ്പടം പൊരിച്ചു, കൊണ്ടാട്ടമുളക് പൊരിച്ചു, അതുവരെ ഉണ്ടാകുന്ന പാത്രങ്ങളും കഴുകി. അത് ഞാൻ തന്നെ കഴുകണമല്ലോ. ഇനിയിപ്പോൾ കുറച്ച് ചോറ് വയ്ക്കാലേ. ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കെന്നെ കൊതി നിൽക്കാതെ അത്രയ്ക്ക് ഇഷ്ടമുള്ള ഒരു കോമ്പിനേഷനാണ് കേട്ടോ ഇത്. പയറുപ്പേരിയും കുമ്പളങ്ങക്കറിയും ഉണക്കമീനും കൊണ്ടാട്ടമുളകും അച്ചാറും പപ്പടവും പച്ചമുളക് പൊരിച്ചതും ആഹാ അന്തസ്. വേറെ എന്ത് കിട്ടിയിട്ടും കാര്യമല്ല അല്ലേ. അടിപൊളിയാണ് കേട്ടോ.